DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലെ പാൻ കാർഡിന് ചില മാറ്റങ്ങളും അപ്ഡേഷനുകളുമായി പാൻ 2.0 എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾക്ക് രാജ്യത്തുള്ള മിക്ക സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാകുന്നതിനും അവ പൂർത്തീകരിക്കുവാനും പാൻ കാർഡ് നമ്പർ ആവശ്യമായി വരും. പാൻ കാർഡ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒരുപോലെ അത്യാവശ്യമാണ്. ആദായനികുതി അടക്കുന്നതിനും പാൻ കാർഡ് വേണം. ആദായനികുതി വകുപ്പ് നൽകുന്ന 10 അക്ക ആൽഫ ന്യൂമറിക് അക്കൗണ്ട് നമ്പറാണ് പാൻ കാർഡ്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് എടുക്കുന്നവരെല്ലാം ആദായനികുതി അടക്കണമെന്ന ധാരണയാണ് പലർക്കും ഇപ്പോഴും ഉള്ളത്. എന്നാൽ അത് തെറ്റിദ്ധാരണയാണ്. പാൻ കാർഡ് ഉള്ളവരെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ആദായനികുതി വകുപ്പിന് കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകണം. മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ്. 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാട് നടത്തുമ്പോഴും പാൻ കാർഡ് വേണം. 5 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ വേണം. അതോടൊപ്പം 25,000 രൂപയ്ക്ക് മുകളിലുള്ള വിദേശയാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം. ഇപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാകുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവിലയും എത്തിയിട്ടുണ്ട്. പാൻ കാർഡ് ഉള്ളവരെല്ലാവരും തന്നെ അത് അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതും അനിവാര്യമാണ്. ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ 2026 ജനുവരി 1 മുതൽ പാൻ കാർഡ് അസാധുവാകും. നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. www.incometax.gov.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും നൽകുക. അത് രണ്ടും എൻ്റർ ചെയ്ത ഉടനെ വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തെളിഞ്ഞു വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാറും പാനും ലിങ്ക് ആണെങ്കിൽ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. യുവർ പാൻ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ആധാർ നമ്പർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആധാർ നമ്പറും കാണിക്കും. ഇങ്ങനെ കണ്ടാൽ നിങ്ങളുടെ ലിങ്കിങ് പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല. ഇനി പാൻ നോട്ട് ലിങ്ക്ഡ് വിത്ത് ആധാർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഹോം സ്ക്രീനിൽ പോയി ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യാവുന്നതാണ്. CSC അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ലിങ്ക് ചെയ്യാം. ഡിസംബർ 31 വരെയാണ് കേന്ദ്ര സർക്കാർ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. 2024 ഒക്ടോബർ 1 മുൻപ് ആധാർ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്കാണ് ഈ സമയപരിധി. ഈ സമയപരിധിക്കുള്ളിൽ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ഈടാക്കില്ല. മറ്റ് പാൻ ഉടമകൾക്ക് നേരത്തെ ബാധകമായിരുന്ന 1000 രൂപ പിഴ തുടർന്നും ഉണ്ടാകാം. പുതിയ പാൻ അപേക്ഷകർക്ക് ആധാർ നിർബന്ധമാണ്. 2025 ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്നവർക്ക് ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ പിന്നീട് ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയില്ല. അതുപോലെ റീഫണ്ട് ലഭിക്കുവാൻ തടസ്സമുണ്ടാകും. കൂടിയ നിരക്കിൽ TDS-ഉം TCS-ഉം ഈടാക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളുടെ KYC പരാജയപ്പെടുവാനും സാധ്യതയുണ്ട്. അതിനാൽ ഇനിയും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഡിസംബർ 31 തന്നെ അത് ബന്ധിപ്പിക്കുക. അതുപോലെ ആദായ നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുവാൻ അർഹതയില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ്. അതിനാൽ ആരെങ്കിലും അറിയാതെ 2 പാൻ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരെണ്ണം സറണ്ടർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായനികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1961 ആദായനികുതി നിയമം 275D വകുപ്പ് പ്രകാരം ആദായനികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ പിഴ ചുമത്തുന്നതുമാണ്. അതോടൊപ്പം 2025 പാൻ കാർഡ് 2.0 അവതരിപ്പിച്ചിട്ടുണ്ട്. പോർട്ടലിൽ നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പുതുതായി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡ് പൂർണ്ണമായും സാധുവായി തുടരും. ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡ് നമ്പർ ലഭിച്ചാൽ ജീവിതാവസാനം വരെ ആ നമ്പർ തന്നെയായിരിക്കും തുടരുക. പാൻ കാർഡ് നഷ്ടപ്പെട്ടാലും പുതിയതിന് അപേക്ഷിച്ചാലും ലഭിക്കുക ആദ്യം ലഭിച്ച അതേ പാൻ നമ്പർ തന്നെയായിരിക്കും. അതിനാൽ തന്നെ പാൻ കാർഡ് നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സൈബർ തട്ടിപ്പുകാർ വിളിക്കുകയോ മറ്റോ ചെയ്താൽ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും കൈമാറാതെ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. പാൻ കാർഡ് 2.0 എന്നത് നിലവിലുള്ള പാൻ കാർഡ് സംവിധാനം പരിഷ്കരിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സുപ്രധാന ഗവൺമെന്റ് പദ്ധതിയാണ്. രജിസ്ട്രേഷൻ സേവനങ്ങൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പൂർണ്ണമായും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതനുസരിച്ച് ഏകീകൃത പോർട്ടൽ വന്നിരിക്കുകയാണ്. പാൻ അനുവദിക്കൽ, വിവരങ്ങൾ തിരുത്തൽ, ആധാർ പാൻ ലിങ്കിംഗ്, ഓൺലൈൻ വെരിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇതിലൂടെ എളുപ്പത്തിൽ ചെയ്യാം. പുതിയ പാൻ കാർഡുകളിൽ QR കോഡ് ഉണ്ടായിരിക്കും. 2017 മുതലുള്ള പല കാർഡുകളിലും ഇതുണ്ടെങ്കിലും പുതിയ സംവിധാനത്തിൽ ഇത്
കൂടുതൽ മെച്ചപ്പെടുത്തും. ഡൈനാമിക് QR കോഡ് ഉപയോഗിച്ച് പാൻ ഉടമയുടെ വിവരങ്ങൾ പെട്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയും. ഈ പാൻ അതായത് ഡിജിറ്റൽ പാൻ സൗജന്യമായി ലഭിക്കും. പാൻ അനുവദിക്കൽ, തിരുത്തൽ, പുതുക്കൽ തുടങ്ങിയ പല സേവനങ്ങളും സൗജന്യമായി ലഭിക്കും. ഫിസിക്കൽ പാൻ കാർഡിന് 50 രൂപ നൽകേണ്ടി വരും. നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പുതുതായി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡ് പൂർണ്ണമായും സാധുവായി തുടരുന്നതാണ്. 2.0 അനുസരിച്ചുള്ള ഭൗതിക കാർഡ് ആവശ്യമുള്ളവർക്ക് നിലവിലുള്ള അതേ നമ്പറിൽ തന്നെ പുതിയ കാർഡിനായി അപേക്ഷിക്കാം. മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.